ബഹുമാനപ്പെട്ട അങ്ങ് ഇരിക്കണം. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത്. പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത് ശരിയല്ല. ഇത് പരിഹരിക്കപ്പെടണം. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതിത്താണ് അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി. അത് ചർച്ച ചെയ്യേണ്ട, ഇത് ബ്ലെയിമിംഗ് അല്ല, ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത്. പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം. അത് വഴിതിരിച്ചുവിടുന്ന രീതി അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി ശരിയല്ല. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തു. 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പറയും. ഞങ്ങൾ പറയും ഇവിടെ. സാർ ഇവിടെ സഭ അംഗീകരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്ക് ആക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കണ്ടത്. തുറന്ന മനസ്സോടെയാണ്. നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. സർ, ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചോണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനാക്കി. 5 വർഷം കേട്ടതാ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. മാന്യമായിട്ടാണ് സംസാരിച്ചത്, മോശമായിട്ടല്ല. സാർ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങളെ തടയണം. ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ്, സാരോപദേശമല്ല. സാറ്, ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലഹരി മാഫിയെ അടിച്ചമർത്തിയിട്ടുണ്ട്. ബ്ലേഡ് മാഫിയെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല. സർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം. ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല. ഗവൺമെന്റ് ഷുഡ് ആക്ട്. ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും. അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. സാർ, ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലത്. ഈ നാട്ടിൽ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ സാർ, എന്റെ സമയം പോയതല്ലേ? എന്റെ സമയം സാർ, നമ്മളെയൊക്കെ കണ്ടാണ് ഇവര് വളരേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളെ അവർ വിലയിരുത്തുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന റാഗിങ്ങിനെതിരെ, നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ, ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം. സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിൽക്കൂ. സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. സംശയമില്ല എനിക്ക്. കഴിഞ്ഞ 2 തവണ PC വിശ്വനാഥ്
ഇവിടെ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ പോയത്. Yes, please. ഇവിടെ MP രാജേഷ് പറഞ്ഞു, രാജേഷ് ആദ്യം എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന്. Please, 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 please. ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥന്മാര് പോലുമില്ല. Please അങ്ങ് come. പറയുന്നു വിമുക്തി നടപ്പാക്കുകയാണെന്ന്. Please come. സാർ, കേരളത്തെ ഈ മദ്യവിപത്തിനെ, ലഹരി മാഫിയയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്ക് ഞാൻ നിർത്തുന്നു സാർ. Yes, ശ്രീ KV സുമേഷ്, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, സഭ നിർത്തിവെക്കണമെന്ന പ്രമേയത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ്, ഭരണത്തലവൻ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് താമരശ്ശേരി വിഷയത്തെ തുടർന്ന് കേരളത്തിൽ ഒരു പൊതുവിഷയമായി സഭ ചർച്ച ചെയ്യണം എന്ന് എടുത്ത നിലപാടിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു. സർ, എനിക്ക് സത്യത്തിൽ ഒരു കടുത്ത നിരാശയായിപ്പോയി. ഇത് CPIM, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിഷയമല്ലല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ഭയമില്ല. സ്ഥലം പറഞ്ഞാൽ മതി, നമ്മൾ വരാം, എവിടെയാ ചർച്ച ചെയ്യാം. ഇതിലെന്താ വിഷയം? എന്താ? കേരളത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ്, UDF കേരളത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു മുന്നണിയും രാഷ്ട്രീയ പാർട്ടിയാണ്. ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, ചാവറ കുര്യാക്കോസ്, ഏലിയ സച്ചൻ, മക്തിത്തങ്ങൾ, മന്നത്ത് പത്മനാഭൻ, ഇതൊക്കെ കേരളത്തിലെ സാമൂഹ്യ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു. അവിടുന്ന് ആദ്യകാല കോൺഗ്രസ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ആ മുദ്രാവാക്യം കേരളത്തിൽ ഏറ്റെടുത്തു. കേരളം എന്നത് ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിലെ മെച്ചപ്പെട്ട സാമൂഹ്യ സാംസ്കാരിക ജീവിതമുള്ള ഒരു നാടായി. ആ പാരമ്പര്യമാണ് ഇന്ത്യക്ക് തന്നെ, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ജീവിത സംസ്കാരത്തെ ഏറ്റവും ശക്തമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ സമീപകാലത്ത് താമരശ്ശേരി ഉണ്ടായ വിഷയവും നമ്മുടെ വെഞ്ഞാറമൂടുള്ള ചെറുപ്പക്കാരന്റെ ഭാഗത്തുണ്ടായ വിഷയവും CPM, കോൺഗ്രസ് വിഷയമാണോ? മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിർഭാഗ്യരെന്ന് പറയട്ടെ, അങ്ങേയറ്റ അപക്വമായ, അസാധാരണമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇത് കേരളത്തിന്റെ ഒരു പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട വിഷയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ലേൺ വിതൗട്ട് ലിമിറ്റ് എന്നതാണ് പുതിയ സ്ലോഗൻ. നമ്മളാരും സ്കൂളിൽ പഠിച്ച പോലെ അല്ല ഒരു ക്ലാസ് മുറിയുടെ അധ്യാപകനും ട്യൂഷൻ സെന്റർ എന്നതല്ല. ലോകത്താർക്കും തടഞ്ഞു വയ്ക്കാൻ പറ്റാത്ത നിലയിൽ അറിവ് ശേഖരിക്കാൻ സ്വമേധയാ ഒരു അധ്യാപകന്റെ ആവശ്യമില്ല ഇന്നൊരു കുട്ടിക്ക് കാര്യങ്ങൾ അറിയാൻ. അത് നല്ല കാര്യത്തിൽ മാത്രമല്ല, അത് ഏത് തെറ്റായ കാര്യവും അതിവേഗതയിൽ അറിയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മളാരും പഠിച്ചതുപോലെ അല്ല അവർ പഠിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ അവരെ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോ ശരിയും തെറ്റുമായ വഴിയിലേക്ക് അവർക്ക് എല്ലാത്തിലും ജയിക്കണം. ഒരു ദുർവാശിയാണ് ബഹുമാനപ്പെട്ട PW മിനിസ്റ്റർ രാവിലെ പ്രസ്സുമായിട്ട് ഇവിടെ പറയുന്നത്. അവരൊന്നിലും ഏറ്റവും പ്രഥമ കക്ഷി എന്ന് പറയുന്ന കുടുംബമാണ്, രണ്ടാമത്തത് പൊതുസമൂഹമാണ്. വേറെ ആരെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്താൽ അത് കുമാരേട്ടന്റെ മോനാടാ, എന്റെ മോനല്ല, അവനെ തെറ്റിയാൻ പാടില്ല എന്ന് ഇടപെടുന്ന ഒരു പൊതുസമൂഹം കേരളത്തിൽ ശക്തമായിരുന്നു. അണുകുടുംബമായിട്ട് മാറി, ആരും ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. എല്ലാവർക്കും സർവതന്ത്ര സ്വാതന്ത്ര്യം, അതൊരു ദുരഭിമാന ബോധമായിട്ട് കുടുംബം എടുക്കുന്നു. കലോത്സവം മുതൽ പരീക്ഷ മുതൽ നാട്ടിൽ നടക്കുന്ന ചെറിയ മത്സരങ്ങളിൽ പോലും എന്റെ മകൻ ജയിക്കണം എന്നൊരു അതികഠിനമായ വാശി, ആ സ്പിരിറ്റ് ഈ കുട്ടിയിലേക്ക് ഉത്പാദിപ്പിക്കുന്നു. പരാജയം എന്തോ വലിയ അപകടമാണ്. മഹാത്മാഗാന്ധിയുടെ ഒരിക്കലും ഒരു വിദ്യാർത്ഥി, ഗാന്ധി എന്താണ് ജനാധിപത്യം, ഗാന്ധി പറഞ്ഞ ശ്രദ്ധേയമായ കമന്റ് ഉണ്ട്. ഒരു ഓട്ട മത്സരത്തിൽ ഓടി ജയിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്ക് ഓടിയത് കൊണ്ടല്ല ജയിച്ചത്, എന്റെ കൂടെ ഓടാൻ ആളുള്ളത് കൊണ്ടാണ് ഞാൻ ജയിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അയാൾ ഒരു ജനാധിപത്യവാദിയാവും എന്ന്. ഈ ഒരു കൂട്ടായ്മ, സൗഹൃദം, അന്തരീക്ഷം, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവിത സംസ്കാരം, ആ ജീവിത സംസ്കാരത്തെയല്ലേ നാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ജീവിതത്തിൽ എപ്പോഴും നാം ജയിച്ചുകൊണ്ടിരിക്കില്ല. നമ്മുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികന്മാർ ഉൾപ്പെടെ നമ്മുടെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ജീവിതം എടുത്താൽ നാം ജീവിതത്തിൽ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? എത്രയോ പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ സമചിത്തതയോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന പുതിയ തലമുറയിൽ കാണുന്ന ഈ ഒരു ദുർവാശിയെ തടയുക, അതിൽ ഒരുമിച്ച് നിൽക്കുക അല്ലേ നമ്മൾ വേണ്ടത്. കൊലപാതകത്തിന്റെ കണക്ക് പറയണോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളെ നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിക്ക് കൊല ചെയ്യപ്പെട്ട ആളുണ്ടെങ്കിൽ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. SFI വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന അതിന്റെ ഭാരവാഹിത്വത്തിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഡീപൊളിറ്റിസൈസ് നടക്കുന്നു ക്യാമ്പസിൽ, സ്കൂളിൽ. എല്ലാവരും വലിയ ബഹുമാനപ്പെട്ട കോടതി ഉൾപ്പെടെ സമൂഹത്തിലെ ചില ഉപരി ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായുള്ളവര് കുട്ടികളെ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവർ ഇത് പറയാൻ എന്താ സംഭവിക്കുന്നത് എന്താ നമ്മൾ പഠിക്കണ്ടേ?
അത് SFI KSU യൂത്ത് കോൺഗ്രസിന്റെ പ്രശ്നമാണോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെല്ലാം ഈ സഭയിലല്ലേ? നിങ്ങളുടെ സംഘടനയുടെ പോരായ്മയായിട്ട് നിങ്ങൾ അതിനെ കാണോ? അങ്ങനെയാണോ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോരായ്മയായിട്ടാണോ? ഗവൺമെന്റിന്റെ പോരായ്മയാണോ? ഞാൻ ഉറപ്പിച്ചു പറയാ, പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ 9 വർഷക്കാലത്തെ കണക്കാണ് നിങ്ങൾ പറയുന്നത്. ഈ കേരളത്തിൽ അഭിമാനകരമായ നിലയിൽ ലഹരി മാഫിയെ ചെറുക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലുള്ളത്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവത്തില് ഞാൻ ചോദിക്കുന്നത്, ഡി ഹണ്ട് എന്ന പേരിൽ എക്സൈസ് ഒരു ഡ്രൈവ് നടത്തി 2786 കേസാ പിടിക്കപ്പെട്ടത്. എല്ലാം എന്താ ലാസ്റ്റ് ലഹരിയാണ്. ഞാനൊരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ UDF ഭരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിഴവാണോ? AK ആന്റണിയുടെ പിഴവാണോ? നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രിമാരുടെ പിഴവാണോ? നിങ്ങൾ അങ്ങനെയാണോ ഈ വിഷയത്തെ കാണുന്നത്? എന്തിനാണ് ഈ വൈരനിര്യാതന ബുദ്ധിയിൽ ഊന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം നാം രൂപപ്പെടുത്തിയെടുക്കുന്നത്? നമുക്ക് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ലേ? പുതിയ തലമുറയാണോ ഈ വിഷയത്തിൽ യോജിച്ച് നിൽക്കുക? നൽകേണ്ട മെസ്സേജ് അതാണോ? നിർഭാഗ്യകരമായ ഒരു വിലയിരുത്തലായി പോയത്. സാർ, ഈ വിശ്വനാഥ് കഴിഞ്ഞ സഭയിൽ നമ്മളെല്ലാം പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത്? ആ നിലപാടിനോട് യോജിക്കുകയാണോ ചെയ്തത്? വെഞ്ഞാറമൂട് 25 ലക്ഷത്തിലേറെ രൂപ കടമാണ് ആ പയ്യന്. 23 വയസ്സേ ഉള്ളൂ. ഇവരെടുക്കുന്ന ഒരു രീതി എന്താ? ഒരുപാട് സിനിമ, സാഹിത്യം, ഭാഷ. ഞങ്ങൾ പറയുന്നത് ഒരു പുനരാലോചന വേണം. ആ മേഖലയുള്ളവരോട് ഞങ്ങൾ പറയാണ്, പ്രണയിനെ നഷ്ടപ്പെട്ടു പോയാൽ മംഗളങ്ങൾ നേരുന്നതായിരുന്നു പഴയ സിനിമാകാരങ്ങളെല്ലാം. ഇന്ന് നഷ്ടപ്പെട്ടു പോയ പ്രണയിനെ വീട്ടിൽ കയറി കൊല്ലുക എന്നതാ മെസ്സേജ്. PUBG ഗെയിമുകൾ, വെബ് സീരീസുകൾ, സിനിമ, അന്യഭാഷയിൽ നിന്ന് വരുന്ന സിനിമ, നായകൻ ഇത്ര ക്രൂരനായി ഇടപെടുന്ന സിനിമ നമ്മൾ ഒരു ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. അതാ നായകന്മാരുടെ ഒരു സിംബോളിക്കലായ ഒരു പ്രതീകാത്മകമായ രീതി കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ നായകനിൽ നിന്ന് തലവെട്ടി മാറ്റി ചോരയൊലിപ്പിച്ച് അതെടുത്ത് നടക്കുന്ന നായകൻ. എല്ലാ സിനിമയും അല്ല ഞാൻ പറയുന്നു, ഒരു ആലോചന വേണം. ആ മേഖലയിലുള്ളവർ അനുകരിക്കാനുള്ള വെമ്പൽ ഭയങ്കരമാണ് പുതിയ തലമുറയിൽ. ഒരു പാഷനിസം ഉണ്ട് അവരിൽ. അവരൊരു ഹീറോയിക് വർഷിപ്പ് ഉണ്ട്. ആ ഹീറോയിക് വർഷിപ്പാണ്. നിങ്ങൾ ഈ പ്രവൃത്തി മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. എടുക്കുന്ന എന്താ? ഈ പുതിയ തലമുറയിൽ അവര് ഒരു HM-നോട് പറഞ്ഞില്ലേ, വൈകുന്നേരത്തിനുള്ളിൽ മൊബൈൽ ഫോൺ വന്നില്ലെങ്കിൽ കാണിച്ചു തരാന്ന്. വീട്ടിൽ പെരുമാറുന്നത് എങ്ങനെയാ? ചില കുട്ടികള് അമ്മയോട് പെരുമാറുന്നത് എങ്ങനെയാ? രക്ഷാകർത്താക്കളിൽ, കുടുംബങ്ങളിൽ, പൊതുസമൂഹത്തിൽ, ഒപ്പം നമ്മുടെ 2ാം വീടായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാണ്, ഈ അധ്യാപകർക്ക് വലിയ നിലയുള്ള അതിക്രമങ്ങൾക്കെതിരെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല